നമ്മൾ ഈ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ വാങ്ങുമ്പം കൈയുടെ അകം കണ്ടിട്ടില്ലേ എത്ര ഫിനിഷിംഗാണ്. ഇതുപോലെ തന്നെ നമുക്കും തയ്ച്ചെടുക്കാം. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തയ്ച്ച് അകം കണ്ടോ. കൈ ഇട്ട് കഴിയുമ്പോൾ കൈയൊക്കെ നമ്മളിങ്ങനെ പൊക്കുമ്പോൾ ഒരുപാട് ഭംഗിയായിട്ട് തോന്നും, ഈ തുമ്പ് വെളിയിൽ കാണാതിരിക്കാൻ. അതിന് ഒരു ചെറിയ ടെക്നിക്കിൽ പ്രയോഗിച്ചാൽ മതി. ഇപ്പം നിങ്ങളിങ്ങോട്ട് നോക്കിയോ, കൈ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈയുടെ അടിവശമില്ലേ, അടിവശം എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ അടിച്ചിങ്ങനെ വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനത്തെ അടിവശം തയ്ച്ച് വരുമ്പോഴത്തേനും ഒരു പീസ് മാത്രം നമ്മൾ മേളിലോട്ട് എടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ മേളിലോട്ട് എടുക്കണം. അപ്പോൾ നമ്മളില്ലെങ്കിൽ ഓവർലോക്കിൻ്റെ തുമ്പുമൊക്കെ നമുക്ക് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും കണ്ടോ. അങ്ങനെ വെച്ചിട്ട് രണ്ടും തുല്യമായിട്ട് മടക്കിയിട്ട് ഒരെണ്ണം മേളിലോട്ട് എടുത്ത് ഇങ്ങനെ മടക്കണം. നമ്മൾ ആ തയ്ക്കുമ്പോൾ തന്നെ മെഷീനിൽ ഈസി ആയിട്ട് ചെയ്താൽ മതി. എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം കാണാൻ. സ്റ്റിച്ചിങ്ങിന് നല്ലൊരു ഭംഗിയും വരും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമർ ഓർക്കും എത്രത്തോളം ഭംഗിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടെ അങ്ങനെ നമ്മൾ നല്ലപോലെ കെട്ടിട്ട് മേളിലോട്ട് അങ്ങ് തയ്ക്കുക. തയ്ച്ചിട്ട് മേളിലോട്ടും ഒരൊറ്റ സ്റ്റിച്ച് മേളിലോട്ടും കൊടുക്കണം. ഇങ്ങനെ ഇത് നമ്മൾ നീളത്തിൽ കൂട്ടുന്ന കൈക്കും റൗണ്ടിൽ കൂട്ടുന്ന കൈക്കും നമുക്കിങ്ങനെ തന്നെ ഉപയോഗിക്കാം. അത്രയും അടിച്ച് വെച്ചാൽ മതി. അടിച്ച് നമ്മൾ നീളത്തിൽ കൂട്ടുവാണല്ലോ അങ്ങനെ അങ്ങ് അടിച്ച് പോയാൽ അവിടെ കണ്ടോ, ഒരു സൈഡ് മടക്കിയിട്ട് ഒരു സൈഡ് നമ്മൾ അങ്ങനെ കയറ്റി കൊടുക്കണം. കയറ്റി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഇത് തിരിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അടിക്കാം. എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് അവിടെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ തിരിച്ചെടുക്കുക. കണ്ടോണേ, ഇതിങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ഭംഗിയായിരിക്കും എന്നറിയാം അത് കാണാൻ. ഞാൻ എടുക്കുക, ഞാൻ എടുത്തിട്ട് നമ്മൾ നല്ല വശത്തോട്ട് കൈ എടുത്തിട്ട് അകത്തുനിന്ന് അടിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. ചില വീഡിയോകളൊക്കെ പുറത്ത് തന്നെ കാണിക്കും, പക്ഷേ അത് നമുക്ക് എളുപ്പം വരത്തില്ല, ഒരുപാട് താമസം എടുക്കും. ഇങ്ങനെ കൈ എടുക്കുക, കൈ എടുത്തിട്ട് നേരെ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഇപ്പോൾ ചുരിദാറിനും ഈ ജീൻസിൻ്റെ ഇറക്കം കുറയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് പ്രയോഗിക്കാം. ഈ തുമ്പ് വെളിയിൽ കാണത്തില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കണം. ഞാനിപ്പോൾ തയ്ച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ തയ്ക്കുക. ഇതുപോലെ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ് കാണാൻ തന്നെ നല്ലൊരു വൃത്തിക്കായിരിക്കും. ഞാൻ ആദ്യം വീഡിയോ കാണിച്ചിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒരുപാട് നല്ല ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നുണ്ട് ടൈലറിങ്ങിൻ്റെ. നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാമെന്ന്, ഒരു രൂപ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ മെഷീനിൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് കണ്ടെത്താവുന്ന ഒരുപാട് നുറുങ്ങ് വഴികളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഒത്തിരി പേര് വീഡിയോ ലൈക്ക് ചെയ്യുന്ന ഇതും ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ്റെ നന്മകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾ നല്ല ടൈലറാകുക. താങ്ക്